നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സെൻസസ് 2027 ഭാഗമായി നടപ്പിലാക്കുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയുടെ തൊടുപുഴ താലൂക്ക് തല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഓൺലൈനായി നിർവഹിച്ചു. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ കേന്ദ്രത്തെ അറിയിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായുള്ള കമ്മിറ്റി രൂപീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാൻഗാർഡ് മാർഷൽ ആർട്സ് സ്പോർട്സ് അക്കാദമിയുടെയും ധ്യാനയോഗ ട്രെയിനിംഗ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂൺ 21 സൗജന്യ യോഗ പരിശീലനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത നടപടികൾ തന്നെ തുടരാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വനിതാ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടന്നു. വനിതാ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം റോയ്ക്ക് പോലീസ് MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സെൻസസ് 2027 ഭാഗമായി നടപ്പിലാക്കുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയുടെ തൊടുപുഴ താലൂക്ക് തല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഓൺലൈനായി നിർവഹിച്ചു. പൊതുജനങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനുമായി ഹെൽപ്പ് ഡെസ്ക് തൊടുപുഴ താലൂക്ക് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം തൊടുപുഴ തഹസിൽദാർ ബിന്ദു രാജൻ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായി ജൂൺ 16 മുതൽ 30 വരെ നടപ്പിലാക്കുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയുടെ തൊടുപുഴ താലൂക്ക് തല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഓൺലൈനായി സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തി നിർവഹിച്ചു. രാജ്യത്തിൻ്റെ സെൻസസ് പ്രക്രിയ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ ജൂൺ മാസം 16 തീയതി മുതൽ 30 തീയതി വരെ നടത്തപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഞാനും എൻ്റെ സെൽഫ് എന്യൂമറേഷൻ നടത്തിയിരിക്കുകയാണ്. എല്ലാവരും ഈ പ്രക്രിയയിൽ പങ്കാളികളാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സെൻസസ് പ്രക്രിയ ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലായി സെൽഫ് എന്യൂമറേഷനും ജൂലൈ മാസം 1 തീയതി മുതൽ എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുന്ന അടുത്ത ഘട്ട പരിപാടിയും അതിനുശേഷം 2027 ഫെബ്രുവരി മാസത്തിൽ 2ാം ഘട്ടത്തിലായിട്ടുള്ള ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള 3 ഘട്ടങ്ങളിലായിട്ടുള്ള സെൻസസ് നടപടികളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായും ഡിപ്പാർട്ട്മെൻറ്റുകളുമായും സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി. MPയുടെ ഓഫീസിൽ നിന്നും ചാർജ് സെൻസസ് ഓഫീസറും തഹസിൽദാരുമായ ബിന്ദു രാജൻ, സെൻസസ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായി പങ്കെടുത്തു. സെൽഫ് എന്യൂമറേഷൻ സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ നേരിട്ട് ഓൺലൈനായി രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം ലഭ്യമാകുന്നതായി ചടങ്ങിൽ അറിയിച്ചു. സെൻസസ് 2027 വിജയകരമായ നടത്തിപ്പിന് പൊതുജനങ്ങൾ പരമാവധി സെൽഫ് എന്യൂമറേഷൻ സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്ന് MP അഭ്യർത്ഥിച്ചു. കൃത്യവും സമഗ്രവുമായ വിവരശേഖരണം ഉറപ്പാക്കുന്നതിന് ഈ സംവിധാനം സഹായകരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനായി ഹെൽപ്പ് ഡെസ്ക് തൊടുപുഴ താലൂക്ക് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം തൊടുപുഴ തഹസിൽദാർ ബിന്ദു രാജൻ നിർവഹിച്ചു. പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഓഫീസ് പ്രവർത്തന സമയങ്ങളിൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായ 1855 ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ കേന്ദ്രത്തെ അറിയിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായും മന്ത്രിമാരായ റോജി M ജോൺ, PC വിശ്വനാഥ്, M ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ കേരള ഗവൺമെന്റ് ഇപ്പോൾ അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി വാങ്ങിച്ചിട്ടുമുണ്ട്. തടഞ്ഞുവെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെയും വലിയ തുക കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരുന്നു.
അതേസമയം പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകണമെന്നും വി.ഡി. സതീശൻ ആവശ്യമുയർത്തി. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണ പരിഷ്കാര നടപടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഒരു ഗവൺമെൻറ് ആ കരാറിൽ ഒപ്പിട്ട് പണം മേടിച്ച് നിൽക്കുന്നൊരു പൊസിഷനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആശയപരമായി നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല എന്നുള്ളൊരു നിലപാടെടുത്ത് നമ്മൾ നോക്കാം. മനസ്സിലായില്ലേ? അതാണ്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ റേസ് പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്ന മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നിർവഹിച്ചു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ SSLC +2 ഉൾപ്പെടെ ക്ലാസുകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ അവാർഡ് നൽകി അനുമോദിക്കുന്ന ചടങ്ങാണ് ചെറുതോണിയിൽ നടന്നത്. ചെറുതോണി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെന്നും അവ ഓരോന്നായി പഠിച്ച് പരിഹരിച്ച് വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും മികച്ചതാക്കുവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തി വരുന്നത് എന്നും യോഗം ഉദ്ഘാടനം ചെയ്ത മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കേരളത്തെ പടുത്തുയർത്തുവാനുള്ള പരിശ്രമത്തിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ. ഇപ്പോൾ സർവകലാശാലകളിൽ നടക്കുന്നത് എന്താണ്? നമ്മുടെ കോളേജുകളിൽ എന്തുകൊണ്ട് കുട്ടികൾ കുറഞ്ഞു? യൂണിവേഴ്സിറ്റികളിൽ നാഥനില്ല കളരിയായി വർഷങ്ങളായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നിയമസഭ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സർവകലാശാലകൾ വിദ്യാഭ്യാസത്തിന്റെ ശ്രീകോവിലാണ്. ആ ശ്രീകോവിലിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കുറെ രാഷ്ട്രീയ തർക്കങ്ങളും കുറെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളും എന്നതിനപ്പുറത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് കാര്യമായി സംഭാവന ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നുണ്ടായി. 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് 4 വർഷമാക്കി മാറ്റിയപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു, ഇതിന് ഉള്ള മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? 1 വർഷത്തെ B.Ed പഠനം 2 വർഷമാക്കി മാറ്റുമ്പോൾ, 1 വർഷത്തെ M.Ed പഠനം 2 വർഷമാക്കി മാറ്റുമ്പോൾ ഇതിന് കേരളം ഒരുക്കം നടത്തിയിട്ടുണ്ടോ? തയ്യാറെടുത്തിട്ടുണ്ടോ? എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് അതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തപ്പോൾ താളം തെറ്റിയ പഠന ക്രമീകരണങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത്. 3 വർഷത്തിന് 4 വർഷമായപ്പോൾ കുട്ടികൾക്ക് 1 വർഷം നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു റിസൾട്ടുമില്ലാതെ ആ കോഴ്സുകളെല്ലാം പോകുന്നതാണ് പിന്നെ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവർ, ഈ നിലയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് വിടാൻ സാധ്യമല്ല എന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ് കേരളത്തിലെ UDF ഗവൺമെന്റ് ഭാവി തലമുറയ്ക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. ഡീൻ കുര്യാക്കോസ് എംപി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റോയ് കെ പൗലോസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി, വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ഷൈനി സജി, മിനി സാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകരായ MK പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് തോമസ് പെരുമന, SD അഗസ്റ്റിൻ, ജോയ് കൊച്ചുകരോട്ട്, MD അർജുനൻ, ആഗസ്തി അഴകത്ത്, CP സലീം, അനിൽ ആനിക്കനാട്ട്, ജേസൺ K ആന്റണി, KB സെൽവം,
വർഗീസ് വെട്ടിയാങ്കൽ, സണ്ണി കുഴികണ്ടം, റിൻസി സിബി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടം മേഖലയും ബഫർ സോണിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നത് തന്നെയാണ് UDF സർക്കാരിന്റെ നയമെന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ് കാഞ്ചിയാർ പഞ്ചായത്തിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ മണ്ഡലം ചെയർമാൻ അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിച്ചു. ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടം മേഖലയും ബഫർ സോണിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നത് തന്നെയാണ് UDF സർക്കാരിന്റെ നയമെന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ്. ഇക്കാര്യത്തിൽ മുൻ സർക്കാർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി MLAക്ക് കാഞ്ചിയാർ പഞ്ചായത്തിൽ നൽകിയ സ്വീകരണം പരിപാടികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം ചെയർമാൻ അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിച്ചു. ജോർജ് ജോസഫ് പടവൻ, മനോജ് മുരളി, അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, ജോയി ഇഴക്കുന്നേൽ, സണ്ണി മാമ്പ്ര, ജോമോൻ തെക്കൽ, ജേസൺ തെക്കേപ്പറമ്പിൽ, റോയി എവറസ്റ്റ്, സണ്ണി വെങ്ങാലൂർ, ജെയ്മോൻ കോഴിമല, ഷീന ജേക്കബ്, സന്ധ്യ ജയൻ, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാൻഗാർഡ് മാർഷൽ ആർട്സ് സ്പോർട്സ് അക്കാദമിയുടെയും ധ്യാനയോഗ ട്രെയിനിംഗ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ 21 സൗജന്യ യോഗ പരിശീലനവും ക്യാമ്പയിനും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിക്കും. വാൻഗാർഡ് മാർഷൽ ആർട്സ് സ്പോർട്സ് അക്കാദമിയുടെയും ധ്യാനയോഗ ട്രെയിനിംഗ് സെന്ററിന്റെയും സംയുക്ത നേതൃത്വത്തിൽ ഡൽഹി ഡൈസു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ അശോക ജ്യോതി ഭവനിൽ വെച്ച് സൗജന്യ യോഗാ പരിശീലനവും ജീവിതശൈലി രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം തുടങ്ങിയ സമകാലിക വിഷയങ്ങളിൽ യോഗ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചുള്ള ക്യാമ്പയിനും നടത്തും. യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി അജിത് പി രാജു ആണ് ക്ലാസുകൾ നയിക്കുന്നത്. രാവിലെ 6 മണി മുതൽ 8:30 വരെയാണ് യോഗ പരിശീലനം. 8:30 മുതൽ പ്രഭാത ഭക്ഷണം, 10 മണിക്ക് പൊതുചടങ്ങ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് അധ്യക്ഷത വഹിക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി പി ജോസ്, ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ വിനോദ് കേസ് തുടങ്ങിയ പൗരപ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് നേപ്പാളിൽ നടക്കുന്ന ലോക മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് അവസരം ലഭിച്ച കുട്ടികൾക്കുള്ള ആദരവും വർണ്ണശബളമായ കലാവിരുന്നും ഇതോടൊപ്പം ഉണ്ടായിരിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കും. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പങ്കെടുക്കാൻ സാധിക്കുക. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 8592128963, 8075993918 തുടങ്ങിയ നമ്പറുകളുമായി ബന്ധപ്പെടുക. 2026 ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വാൻഗാർഡ് മാർഷൽ ആർട്സ് സ്പോർട്സ് അക്കാദമിയും അതുപോലെ തന്നെ ധ്യാനയോഗ ട്രെയിനിങ് സെന്ററും സംയുക്തമായിട്ട് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഡൈസു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തോടു കൂടി പൊതുജനങ്ങൾക്കായിട്ട് ഒരു സൗജന്യ യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ 8:30 വരെയാണ് പരിശീലനം നടക്കുക. അതിനുശേഷം പ്രഭാത ഭക്ഷണം 10 മണിക്കാണ് പൊതുചടങ്ങ് ആരംഭിക്കുന്നത്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ അവറുകളാണ്. അതുപോലെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷ ഗോപിനാഥാണ്. സൗജന്യമായിട്ട് നടത്തുന്ന പരിശീലനമാണെങ്കിലും പ്രഭാത ഭക്ഷണം അതുപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തതുകൊണ്ട് കൃത്യമായിട്ട് എത്ര പേര് പങ്കെടുക്കും എന്ന് നമുക്ക് ഒരു കണക്ക് വേണം. അപ്പം അതിനായിട്ട് എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഇതിനകത്ത് ഭാഗമാക്കാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഈ ഒരു പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താല്പര്യമുള്ളവർ മുൻകൂട്ടി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. മുലമറ്റത്ത് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സ്ഥാപന പ്രസിഡന്റ് അജിത് പി രാജു, സെക്രട്ടറി അഞ്ജലി എസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത നടപടികൾ തന്നെ തുടരാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയത്തിൽ കമ്പം MLAയുടെ പ്രതികരണത്തിന് മറുപടി നൽകാൻ കഴിയില്ലെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത നടപടികൾ തന്നെ തുടരാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും വേണം എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. സുപ്രീം കോടതിയിൽ നിൽക്കുന്ന വിഷയം എന്നതിനാൽ എന്തെങ്കിലും അഭിപ്രായം പറയാനാകില്ല. കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയത്തിൽ കമ്പം MLAയുടെ പ്രതികരണത്തിന് മറുപടി നൽകാൻ കഴിയില്ലെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രാഥമികമായി വകുപ്പ് തലത്തിൽ ജലവിഭവ വകുപ്പ് ചർച്ച ചെയ്യുകയുണ്ടായി. നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം വകുപ്പ് പരിശോധിച്ചിട്ടുണ്ട്.
തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ അവരുടേതായിട്ടുള്ള വാദമുഖങ്ങൾ അവർ ഉന്നയിക്കുന്നത് പുതുതായി ശ്രദ്ധയപ്പെട്ടിട്ടില്ല. കേരളത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് പി ജെ ജോസഫ് സാർ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൻ്റെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ കേരളം എന്നും തയ്യാറാണ്. പക്ഷേ കേരള ജനതയുടെ സുരക്ഷ ഉറപ്പാക്കണം. അപ്പോൾ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ, അതുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയം എന്ന നിലയിൽ സുപ്രീം കോടതിയെ ഇക്കാര്യങ്ങൾ വീണ്ടും ബോധ്യപ്പെടുത്തി കേരളത്തിൽ ഒരു മുല്ലപ്പെരിയാറിൽ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട്. പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 സംസ്ഥാനത്തും പുതിയ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയും സർക്കാരും ഈ വിഷയം പ്രത്യേകം പരിശോധിക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ ബഡ്ജറ്റ് അവതരണത്തിലേക്ക് വരികയാണ്. 19-ാം തീയതി പുതിയ ബഡ്ജറ്റ് വരികയാണ്. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് പ്രത്യേകമായ പരിശോധനയ്ക്ക് ഞങ്ങൾ തയ്യാറാവും. ഗവൺമെൻറ് ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം സുപ്രീം കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കും. അപ്പോൾ വകുപ്പ് തലത്തിൽ പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതി കേരളത്തോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വേണ്ടതുപോലെ സുപ്രീം കോടതിയിലേക്ക് മറുപടി കൊടുത്തിട്ടില്ല. സുപ്രീം കോടതിയിൽ നമ്മൾ തൃപ്തികരമായി ചെയ്തു തീർക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി തലത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഇടപെട്ട് സമവായത്തിലെത്താനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നത്. കോടതി ആവശ്യപ്പെട്ട പല കാര്യങ്ങളും സമയബന്ധിതമായി കോടതിയിൽ സമർപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. അതിനാൽ സുപ്രീം കോടതിയിലെ സ്ഥിതി പഠിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നും മോൻസ് ജോസഫ് ഇടുക്കിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വനിതാ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടന്നു. വനിതാ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം റോയ് കെ പോലീസ് MLA നിർവഹിച്ചു. യോഗത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2025-26 സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപമാണ് ഓപ്പൺ ജിം നിർമ്മിച്ചിരിക്കുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റോയ് കെ പോലോസ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ ആരോടൊപ്പമാണ്? ഈ സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവരോടൊപ്പം ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സൂചനകളാണ് ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ ദയനീയമാണ്, പരമദയനീയമാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്ര ദയനീയമായ ഒരു അന്തരീക്ഷമുള്ള നമ്മുടെ നാട്ടില് കർഷക തൊഴിലാളി പെൻഷൻ കിട്ടുന്നുണ്ടോ? വിഷയ 60 വയസ്സ് വരെ കൃത്യമായി പണം അടച്ചവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരതുപോലും ചോദിക്കുക, അവനവന്റെ കയ്യിൽ നിന്ന് അടച്ച പണമാണ് ചോദിക്കുന്നത്, ഗവൺമെന്റിന്റെ ഔദാര്യം ചോദിക്കുന്നില്ല, കൊടുക്കാൻ പറ്റിയിട്ടില്ല. നിർമ്മാണ തൊഴിലാളി പെൻഷൻ 18 മാസമായിട്ട് വിഷയ. ഒരു കാലത്ത് നിർമ്മാണ തൊഴിലാളിയുടെ പണമായിരുന്നു ഗവൺമെന്റ് പോലും എടുത്തുകൊണ്ടിരുന്നത്. കോടികൾ ഗവൺമെന്റ് കടമെടുത്തുകൊണ്ടിരുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി. അപ്പൊ അത് പോയിട്ട് 18 മാസത്തെ കുടിശ്ശിക. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി അതുല്യ വി കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന ട്രീസ ജോബി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ, വാർഡ് മെമ്പർ രാജേശ്വരി രാജൻ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി സതീശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജോസഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബിച്ചൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 18 മെമ്പർമാരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയോടനുബന്ധിച്ച് ജയറാണി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പെനാൽറ്റി ഷൂട്ടൌട്ടും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ വനിതാ സെൽ ASI പ്രിയ മധുസൂദനൻ നിർവഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പരിപാടിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് തൊടുപുഴ ജയറാണി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസും പെനാൽറ്റി ഷൂട്ടൌട്ടും സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ വനിതാ സെൽ ASI പ്രിയ മധുസൂദനൻ നിർവഹിച്ചു.
അപരിചിതരായ ആൾക്കാര് എന്ത് സാധനം തന്നു കഴിഞ്ഞാലും വാങ്ങാൻ പാടുണ്ടോ? വാങ്ങരുത്. നോ പറയുക കേട്ടോ, നോ പറയുക. ലഹരി ഏത് രീതിയിൽ ഏത് ഫോമിലാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. മിഠായികള്, ജ്യൂസ്, ഐസ്ക്രീം, ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ കൈകളിലേക്ക് ലഹരി എത്താം. അങ്ങനെ ലഹരി വന്നു കഴിഞ്ഞാലോ, അത് കഴിച്ചു കഴിഞ്ഞാലോ നമുക്ക് പിറ്റേ ദിവസം അത് കഴിക്കണം തോന്നും. പോകെ പോകെ നമുക്ക് ആകെ നമ്മുടെ സ്വഭാവമൊക്കെ മാറില്ലേ? മാറൂല്ലേ മക്കളെ? ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? തിരുവനന്തപുരത്തൊക്കെ കേട്ടിട്ടില്ലേ? ഒരു മകൻ അച്ഛന്റെ കഴുത്തെടുത്ത് കൊന്നത് കേട്ടായിരുന്നോ? ആർക്കെങ്കിലും പറ്റുമോ? ഒരു മകൻ അച്ഛനെ കൊല്ലാൻ പറ്റുമോ? കഴുത്തെടുത്ത് കൊല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പൊ രാസലഹരിയുടെ ആഘാതം എന്താണെന്ന് മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ബുദ്ധി, നമ്മുടെ സാമാന്യ ബോധം പോലും മറഞ്ഞു പോകും അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയാകും. പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രസ്സൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയാ. ഒന്നും അറിഞ്ഞുകൂടാ എന്താ ചെയ്യുന്നതെന്ന്. തൊടുപുഴ വനിതാ സെൽ ASI പ്രിയ മധുസൂദനൻ, WPC റസീന എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. നമ്മുടെ ജീവിതത്തിന് ഒരു ശ്രദ്ധ വേണം. അത് ആരാ ശ്രദ്ധിക്കണ്ടേ? അധ്യാപകരാണോ? അല്ല. രക്ഷകർത്താക്കളാണോ? അല്ല. എന്ന് വെച്ചാൽ അവരൊന്നും ശ്രദ്ധിക്കണ്ടെന്നല്ല. കൂടുതൽ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിന് ആരാ കൊടുക്കണ്ടേ? നമ്മൾ തന്നെ. നമ്മൾ ശ്രദ്ധിക്കാണ്ട് നമ്മുടെ ശരീരമല്ല, നമ്മുടെ മനസ്സല്ല, നമ്മളെ വേറൊരാള് ശ്രദ്ധിക്കുവോ? അപ്പൊ ആദ്യം എന്ത് വേണം? ശ്രദ്ധ എന്താന്ന് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാവുള്ളൂ? ശ്രദ്ധിക്കാൻ പോകാവുള്ളൂ. ശരിയാണോ? ശരിയല്ല എന്നുള്ളവരുണ്ടോ ഇതിൻ്റെ അകത്ത്? ആദ്യം എന്താ വേണ്ടേ? ശ്രദ്ധ എന്താന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകാവുള്ളൂ. അപ്പൊ ഇനി മുതൽ ക്ലാസ് ഇരിക്കുമ്പോ എല്ലാം ശ്രദ്ധിച്ചല്ലേ ഇരിക്കുള്ളൂ. ആണോ? ആണ് അല്ലേ? ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സെലിൻ നെല്ലൻകുഴി സ്വാഗതം ആശംസിച്ചു. സ്കൂളിലെ അധ്യാപകർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വന്യജീവി ആക്രമണങ്ങൾ അതീവ രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സൂര്യനെല്ലിയിൽ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ പോയ വീട്ടമ്മ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവമാണ് ഏറ്റവും ഒടുവിൽ ജില്ലയിലുണ്ടായത്. വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ പള്ളിക്കവലിൽ നിന്നും ഫോറസ്റ്റ് ഓഫീസ് പടിക്കലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. ഫോറസ്റ്റ് ഓഫീസ് പടിക്കൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷനായിരുന്നു. സമിതി അംഗം ശ്രീനഗരി രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ K കുമാർ, C സന്തോഷ് കുമാർ, രതീഷ് വരകുമല, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി എന്നിവർ പ്രസംഗിച്ചു. ഷാജി നെല്ലിപ്പറമ്പിൽ, KN പ്രകാശ്, AV മുരളി, KM ഷാജി, സജി വട്ടപ്പാറ, ജയദേവൻ, ദീപ സുഭാഷ്, അനന്തു മങ്കാട്ടിൽ, MN മോഹൻദാസ്, ദേവസ്യ TC, അമ്പിളി രാജൻ, ഉഷ മനോജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. കാളിയാർ പോലീസ് സ്റ്റേഷന് മുൻപിലെ കൂറ്റൻ മരങ്ങൾ വാഹന കാൽനട യാത്രികർക്ക് ഭീഷണിയാകുന്നുവെന്ന് പരാതി. സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായി വനംവകുപ്പിന് കീഴിലുള്ള ഈ മരങ്ങൾ മുറിച്ചു നീക്കാൻ കളക്ടറുടെ നിർദ്ദേശമുണ്ടെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ല. നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് ഈ അപകടക്കിണി. കാളിയാർ പോലീസ് സ്റ്റേഷന് മുൻപിലെ കൂറ്റൻ മരങ്ങൾ വാഹന കാൽനട യാത്രികർക്ക് ഭീഷണിയാകുന്നു എന്ന് പരാതി. സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായി വനംവകുപ്പിന് കീഴിലുള്ള ഈ മരങ്ങൾ മുറിച്ചു നീക്കാൻ കളക്ടറുടെ നിർദ്ദേശമുണ്ടെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ മഴക്കാലത്ത് ശക്തമായ കാറ്റിനെ തുടർന്ന് ഇവിടെ നിന്നിരുന്ന മരങ്ങൾ ഒടിഞ്ഞു വീണിരുന്നു. KCB ട്രാൻസ്ഫോർമർ അടക്കം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ സമീപത്തെ 3 സ്കൂളിലെ വിദ്യാർത്ഥികളും നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന പാതയിലാണ് ഈ അപകടക്കിണി. മുൻപ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് കളക്ടർ ഇവ മുറിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നു.
ഒരു മഴക്കാലം കൂടി സജീവമായിരിക്കെ അടിയന്തരമായി മരങ്ങൾ മുറിച്ചുമാറ്റി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാളിയാർ. കറണ്ട് ഉണ്ട്, നാട്ടുകാർ സൂക്ഷിക്കുക. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ കാളിയാർ എസ്റ്റേറ്റ് റോഡിലാണ് 3 ഫേസ് വൈദ്യുതി ലൈനുകൾ കാടുമൂടി നിൽക്കുന്നത്. യാത്രക്കാരും സമീപത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികളും നിരന്തരം കടന്നു പോകുന്ന ഭാഗത്താണ് KSEBയുടെ മരണക്കളി. കറണ്ട് ഉണ്ട്, നാട്ടുകാർ സൂക്ഷിക്കുക. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ കാളിയാർ എസ്റ്റേറ്റ് റോഡിലാണ് 3 ഫേസ് വൈദ്യുതി ലൈനുകൾ കാടുമൂടി നിൽക്കുന്നത്. യാത്രക്കാരും സമീപത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികളും നിരന്തരം കടന്നു പോകുന്ന ഭാഗത്താണ് KSEBയുടെ ഈ മരണക്കളി. കോടിക്കുളം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഇവിടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പരാജയമാണെന്ന് പരാതിയുണ്ട്. റോഡിന്റെ ഇരുവശവും കാടുമൂടിയ നിലയിലാണ്. മുന്നറിയിപ്പ് ബോർഡുകളും റിഫ്ലക്റ്റഡ് ബാരിക്കേഡുകളും കാടുമൂടിയത് രാത്രി യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പ്രദേശത്തെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വെളുപ്പിനെ മുതൽ യുവാക്കൾ ഉൾപ്പെടെ സഞ്ചാരികൾ എത്തുന്ന പാത കൂടിയാണ് ഇത്. നിരവധി വളവുകൾ നിറഞ്ഞ ഇവിടെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാളിയാർ. ജനങ്ങളോടൊപ്പം വണ്ണപ്പുറം വില്ലേജ് ഓഫീസിൽ സബ് കളക്ടറുടെ സിറ്റിംഗ് ജൂൺ 18 വ്യാഴാഴ്ച രാവിലെ 11 മണി മുതൽ നടക്കും. വണ്ണപ്പുറം വില്ലേജിലെ താമസക്കാർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. സബ് കളക്ടറെ നേരിൽ കാണാം, പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാം, തീർപ്പാകാതെ കിടക്കുന്ന വിഷയങ്ങളിൽ വ്യക്തത തേടാം. വണ്ണപ്പുറം വില്ലേജ് ഓഫീസിൽ സബ് കളക്ടറുടെ സിറ്റിംഗ് ജില്ലയിലെ ഗ്രാമീണ തലത്തിലുള്ള ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനും പൊതുജനങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ജനങ്ങളോടൊപ്പം എന്ന പദ്ധതിയുടെ ഭാഗമായി വണ്ണപ്പുറം വില്ലേജ് ഓഫീസിൽ സബ് കളക്ടർ നേരിട്ടെത്തുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി സബ് കളക്ടർ ഒരു ദിവസം മുഴുവൻ വില്ലേജ് ഓഫീസിൽ ഇരുന്ന് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ഉദ്യോഗസ്ഥരുമായും പൊതുജനങ്ങളുമായും സംവദിക്കുകയും ചെയ്യും. പരാതികൾ നൽകുന്നതിനും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനും സബ് കളക്ടർ ഓഫീസിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കി ഭരണകൂടത്തെ ജനങ്ങൾക്ക് കൂടുതൽ അടുത്തെത്തിക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം. വില്ലേജ് ഓഫീസിലെത്തുന്ന സബ് കളക്ടർക്ക് ഭൂമി, റവന്യൂ സേവനങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, കയ്യേറ്റങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും നേരിട്ട് സമർപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. ലഭിക്കുന്ന പരാതികൾ അതത് വകുപ്പുകൾക്ക് കൈമാറി നിശ്ചിത സമയത്തിനുള്ളിൽ പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. ഇടുക്കി ജില്ലയിലെ വിവിധ വില്ലേജുകളിൽ ഈ പദ്ധതി ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പൊതുജന പരാതികൾക്ക് ഇതിലൂടെ ഇതിനകം പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുള്ളതായും അധികൃതർ അറിയിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി സബ് കളക്ടർ ജൂൺ 18 വണ്ണപ്പുറം വില്ലേജ് ഓഫീസ് സന്ദർശിക്കും. രാവിലെ 11 മണി മുതൽ സബ് കളക്ടർ വില്ലേജ് ഓഫീസിൽ ഉണ്ടായിരിക്കും. വണ്ണപ്പുറം വില്ലേജിലെ താമസക്കാർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. സബ് കളക്ടറെ നേരിൽ കാണാം, പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാം, തീർപ്പാകാതെ കിടക്കുന്ന വിഷയങ്ങളിൽ വ്യക്തത തേടാം, പൊതുസേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. ജനകീയവും സുതാര്യവും കാര്യക്ഷമവുമായ ഭരണനിർവഹണം ഉറപ്പാക്കുന്നതിനായി എല്ലാവരും ഈ അവസരത്തിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സെൻസസ് 2027 ഭാഗമായി നടപ്പിലാക്കുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയുടെ തൊടുപുഴ താലൂക്ക് തല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഓൺലൈനായി നിർവഹിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ കേന്ദ്രത്തെ അറിയിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായുള്ള കമ്മിറ്റി രൂപീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാൻകാർഡ് മാർഷൽ ആർട്സ് സ്പോർട്സ് അക്കാദമിയുടെയും ധ്യാനയോഗ ട്രെയിനിംഗ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂൺ 21 സൗജന്യ യോഗ പരിശീലനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത നടപടികൾ തന്നെ തുടരാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വനിതാ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടന്നു. വനിതാ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം റോയ്ക്ക് പോലീസ് MLA നിർവഹിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.